ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഡിഷാണ് ആലു പൊറോട്ട. മലയാളത്തിൽ പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ പൊറോട്ട. അതിനുവേണ്ടി നമ്മൾ കുക്കറിൽ 5-8 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത് നല്ലപോലെ വേവണം. വേവിച്ചെടുത്ത് നല്ലപോലെ ഉടയ്ക്കണം. അതിൻ്റെ അകത്ത് കട്ടയായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ റൊട്ടി പരത്തുമ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പറ്റുന്നു അത്രയ്ക്ക് നല്ലപോലെ സ്മാഷ് ചെയ്യണം. സ്മാഷ് ചെയ്ത് നമ്മൾ ഒരു ജാറിൻ്റെ അകത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുക. പിന്നെ നമ്മൾ ഉള്ളി അരിഞ്ഞ് വെക്കുക. ഉള്ളി അരിഞ്ഞ് നല്ല ചെറിയ പീസാക്കുക, ചെറുതായിട്ടാക്കുക. അത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ച് ഉരുളക്കിഴങ്ങിനകത്ത് ഇടുക. അതിൻ്റെ അകത്ത് കൂടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് ഇടുക. അത് കഴിഞ്ഞ് നമുക്ക് അതിൽ ശകലം ഉപ്പ് ചേർത്ത് നമുക്ക് മസാലകൾ ചേർക്കണം. മസാലയായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഡ്രൈ മാംഗോ പൗഡറാണ്. അത് കഴിഞ്ഞ് ശകലം ഗരം മസാല ഇട്ടതിന് ശേഷം ശകലം ചാട്ട് മസാല. ഇത് തീർച്ചയായും ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടുക. പിന്നെ മുളക് പൊടി ചേർക്കുക. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞ് നമുക്ക് അതിൽ ശകലം മല്ലിപ്പൊടി ചെറുതായിട്ട് വിതറിയിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കായം ശകലം ഇടുന്നത് നല്ലതാണ്. നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഡൈജഷന് പ്രോബ്ലം ഇല്ലായിരിക്കാൻ വേണ്ടിയാണ് കായ ഇടുന്നത്. പിന്നെ നമുക്ക് കസൂരി മേത്തി നമ്മൾ ശകലം കയ്യിലെടുത്ത് നല്ലപോലെ ഞെരടി പൊടിച്ച് അത് ചേർക്കാവേണ്ടതാണ്. അതിനൊരു വേറൊരു ടേസ്റ്റാണ്, പ്രത്യേകം നല്ല ടേസ്റ്റാണ് കിട്ടും. പിന്നെ ഈ മസാലകളെല്ലാം കൂടി നമ്മൾ ഇളക്കുന്നതിന് മുമ്പ് ശകലം അതിനകത്ത് മല്ലിയിലയും കൂടി നമ്മൾ അരിഞ്ഞ് ഇടുക. മല്ലിയില നമ്മൾ എത്ര എടുക്കുമോ അത്ര നല്ലതാണ്. ഞാൻ ശകലം എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. നല്ലപോലെ സ്മാഷ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ പരത്തുമ്പം പൊട്ടായിരിക്കാൻ വേണ്ടിയാണ്. നല്ലപോലെ സ്മാഷ് ചെയ്ത് നമ്മളവിടെ വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഡോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആട്ട എടുത്ത് ഉപ്പിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ റൊട്ടി ശകലം പരത്തിയ ശേഷം അത് കഴിഞ്ഞ് അതിന് ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്സ് അതിൻ്റെ അകത്ത് നമുക്ക് വെച്ചിട്ട് ഇത് നല്ലപോലെ നമ്മൾ ചുരുക്കി ഇങ്ങനെ ഇതാണ്. അപ്പോൾ മേൽവശം ആകുമ്പോഴത്തേക്ക് ചെറിയ വായ അടഞ്ഞിരിക്കും. അത് നമ്മൾ ഒരു സർക്കുലർ ഷേപ്പിൽ കറക്കിയാൽ അത് നമ്മൾ പൊട്ടാതെ സൂക്ഷിക്കുകയാണ്. ഉരുളക്കിഴങ്ങ് പൊട്ടി വെളി വരത്തില്ല. ഇനി നമ്മൾ ശകലം പൊടി ഉപയോഗിച്ച് നല്ലപോലെ അതിന് പരത്തി കിടക്കാവുന്നതാണ്. കഴിവതോറും നോക്കാം പൊട്ടി ഉരുളക്കിഴങ്ങ് വെളി വരാതെ സൂക്ഷിക്കുക. അത് കഴിഞ്ഞാൽ അത് നമ്മൾ പരത്തിയതിന് ശേഷം അത് നമ്മൾ തവയിലോട്ട് മാറ്റാം. തവ ശകലം ഒത്തിരി ചൂടാക്കണ്ട, ഒരു മീഡിയം ചൂടിൽ നമ്മൾ തവ വെച്ചാൽ മതി. നെയ്യ് ഉപയോഗിച്ച് നല്ലപോലെ ചുട്ടെടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ സൂപ്പറായിട്ട് നമ്മുടെ ആലു പൊറോട്ട റെഡിയാണ്. ടിഫിന് കൊണ്ടുപോകാൻ വേണ്ടി അടിപൊളി.